ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തീരുമാനിച്ചാൽ LDFന് 25 പഞ്ചായത്തുകളിലെ ഭരണം പോകും. മെക്കിട്ട് കയറിയാൽ തിരിച്ചു പറയും. തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വിപ്ലവമായി മാറുമെന്ന് നിലമ്പൂർ MLA PV അൻവർ. താൻ തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകളിലെ ഭരണം LDFന് പോകും. CPM വെല്ലുവിളിച്ചാൽ അതിനും തയ്യാറാണ്. അതിലേക്ക് പോകണോ എന്ന് CPM നേതൃത്വം തീരുമാനിക്കണമെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറത്തിന് പുറമെ കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ ചില പഞ്ചായത്തുകളിലെ ഭരണം താൻ പറഞ്ഞാൽ പോകും. പാർട്ടി മെക്കിട്ട് കയറിയാൽ താനും പറയുമെന്ന് അൻവർ പറഞ്ഞു. പാർട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കിയപ്പോഴാണ് പ്രതികരിച്ചത്. പ്രതികരണം ഇപ്പോൾ ഇതിൽ ഒതുക്കുന്നു. നിലമ്പൂരിലെ തന്റെ പൊതുസമ്മേളനത്തിലെ ആൾക്കൂട്ടം ജനം വിലയിരുത്തട്ടെ എന്ന് അൻവർ പറഞ്ഞു. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല. 140 മണ്ഡലത്തിലും തന്നെ സ്നേഹിക്കുന്നവരുണ്ട്. സ്വർണം വിദേശത്ത് നിന്ന് കൊടുത്തയച്ചവരെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് കഴിയില്ലെന്ന് അൻവർ ആവർത്തിച്ചു. വിദേശത്തുള്ള അന്വേഷണത്തിന് കസ്റ്റംസിനാണ് അധികാരം. മുൻ മലപ്പുറം SP സുജിത് ദാസിന്റെ കാലത്താണ് കൂടുതൽ സ്വർണം പിടിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രതികരണം ഇങ്ങനെ: മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതാണ്. പോലീസ് പിടിച്ച ഒരു സ്വർണ്ണ കേസും ശിക്ഷിക്കാൻ കഴിയില്ല. പോലീസ് പിടിച്ച സ്വർണം പരിശോധിച്ച സ്വർണ്ണപ്പണിക്കാരന് 16 ലക്ഷത്തോളം രൂപ പോലീസ് കൊടുത്തിട്ടുണ്ട്. ആ തുക പോലീസ് കൊടുത്തതാണോ? ഇതൊക്കെ പറഞ്ഞാൽ അൻവർ സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കുകയാണെന്ന് പറയും. മുഖ്യമന്ത്രി പറ്റിക്കപ്പെടുന്നത് എന്താണ് അദ്ദേഹം മനസ്സിലാക്കാത്തത്? അതൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെടാനുള്ള സമയം കഴിഞ്ഞു, PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്. ശശി ഇടപാടുകളുടെ ഭാഗമെന്ന് വിശ്വാസമുണ്ട്. ഒരു SP-ക്ക് മാത്രം സ്വർണ്ണ ഇടപാട് നടത്താൻ കഴിയില്ല. നിയമസഭയിൽ തനി കസേരയില്ലെങ്കിൽ നിലത്തിരിക്കും. യുവാക്കൾ വളരെ ആശങ്കയിലാണ്. തൊഴിലിനും പഠനത്തിനുമായി യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ല. എല്ലാ യുവാക്കൾക്കും വിദേശത്തേക്ക് പോകാൻ കഴിയില്ല. ഈ പരാതിയൊന്നും സർക്കാർ ചവറ്റുകുട്ടിയിലേക്ക് ഇടരുതെന്നും അൻവർ പറഞ്ഞു.